ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഹാസ് വേൾഡ് ബൈ റേഹ മാഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലാട്ടോ. അപ്പം എന്തായാലും ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അവിടേക്ക് നടക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും ഇറങ്ങി നടന്നു കേട്ടോ, കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെയൊക്കെ ഒരു ഫോറസ്റ്റ് വൈബ് തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. പിന്നെ അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. മുമ്പേ ഓർഡർ ചെയ്തവർക്കേക്കാരം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തവർക്കുള്ള ടിക്കറ്റ് കൗണ്ടറാട്ടോ അവിടെ ഉള്ളത്. പിന്നെ അതേ നമ്മൾ നടന്ന് അവിടെ എത്തി ഗായ്സ്, അവിടുത്തെ എൻട്രിയിലെത്തി. അപ്പോൾ അവിടെയുള്ള ഷോപ്പുകളാട്ടോ നല്ല രസമില്ല, അവിടുത്തെ ഓരോ ടെഡീസും കൂളിംഗ് ഗ്ലാസും ഹാറ്റും ഒക്കെ കാണാൻ, ബാഗൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നേരെ ആതിരപ്പള്ളിയിലോട്ട് വാട്ടർഫാൾസിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് കച്ചവടക്കാരൊക്കെ അവിടെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്യുക, ഇവിടേക്കൊക്കെ പാർക്ക് ചെയ്യുക കേട്ടോ. പക്ഷേ അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് നടന്നു കേട്ടോ. പ്രായവർക്കൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും കുഴപ്പമില്ല, റിസ്ക് എടുത്താൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് ഇത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ് നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് 15 രൂപയും വലിയവർക്ക് 60 രൂപയാട്ടോ മുതിർന്നവർക്ക്. പക്ഷേ ആദ്യമൊക്കെ മുതിർന്നവർക്ക് 40 രൂപയായിരുന്നു, ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എത്രയാണ് മുതിർന്നവർക്ക് എത്രയാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബോർഡിൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് അവർക്ക് കാണിച്ച് കൊടുത്തുകൊണ്ട് അവിടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വേലിയൊക്കെ കെട്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. യെല്ലോ കളർ വേലിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഓരോ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ, മുതിർന്നവരായ വേറെ രാജ്യത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ രാജ്യത്തുള്ളവർ, പ്രായമായവർ, വേറെ ഏതൊക്കെയോ രാജ്യത്തുള്ള ഭയങ്കര പ്രായമായവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടേക്ക് കാണാനുള്ള ഒരു മോഹം കൊണ്ട്. പിന്നെ അവിടേക്ക് വുമൻസിനുള്ള ടോയ്ലറ്റും മെൻസിനുള്ള ടോയ്ലറ്റും ഒക്കെ അവിടെ അവൈലബിൾ ആട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ നടന്ന് അവിടെ എത്തി ഗൈസ്, എൻ്റെ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. അപ്പോൾ കണ്ട ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഒരുപാട് ടോയ്ലറ്റ് ഒക്കെ പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടുകാണ്ടും കൊണ്ട് തിരിച്ച് വരുന്നുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീം മേടിക്കണമെങ്കിൽ അതെ, ജ്യൂസ് മേടിക്കണമെങ്കിൽ അതെ, ലൈം മേടിക്കണമെങ്കിൽ അതെ, അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇവിടെ തന്നെ കാണാൻ ഒരുപാട് ആൾക്കൂട്ടങ്ങളാണ്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, കാരണം അത്രയും ആളുകൾ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി കാഴ്ച കാണാൻ ഗൈസ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് എത്രമാതിരി ഫോട്ടോസ് എടുക്കാറ്, നല്ല ഒരുപാട് ഇത്രമാതിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഞാനപ്പം തന്നെ ഇറങ്ങിട്ടോ. പിന്നെ ഞാൻ മെസ്സിയെ വാ പറഞ്ഞാണ്ട് മെസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഗൈസ്. അത്രയും ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. നല്ല ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഒരു രസമാണ് ഈ വീഡിയോ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. നല്ല തണുപ്പും നല്ലൊരു രസമായിരുന്നു കേട്ടോ, നല്ലൊരു പ്രഭാതം. അപ്പം എന്തായാലും പിന്നെ ഒരുപാട് മങ്കീസിനെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ട്, ഒരുപാട് ഗേൾസും ബോയ്സും ആയ മങ്കീസിനെ. ഒരു മങ്കിക്ക് മാത്രം കൈയില്ലായിരുന്നു കേട്ടോ, ഒരു കൈ. ഇവിടെ ഇങ്ങനെ പാറക്കല്ലുകളുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്നതാട്ടോ കാണുന്നത്. അങ്ങനെ ഞാൻ കുടയൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനെ പിന്നെ നമ്മൾ വാട്ടർഫാൾസ് ഈസിയിലാട്ടോ ഉള്ളത്. അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ട് തീരുന്നില്ല കേട്ടോ ഈ ഭാഗത്ത് തന്നെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് ഇങ്ങനെ പോവാട്ടോ. എന്താ ഭംഗി, ഓരോ ഇലകളൊക്കെ ഇങ്ങോട്ട് അവിടെ നിന്ന് തൂങ്ങുന്നുണ്ട് കേട്ടോ, ഓരോ കൊല പോലെ. അപ്പം ഇവിടുന്ന് എത്ര ഫോട്ടോയും വീഡിയോ എടുത്താലൊന്നും മതിയാവില്ല കേട്ടോ, കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ, അത്രയും ഭംഗിയുള്ളൊരു പ്രകൃതി കേട്ടോ. ഇവിടെയൊക്കെ അടുത്ത് വീടുള്ളവർക്കൊക്കെ, ഇവിടെ അടുത്തൊന്നും വീടില്ല, എന്നാലും
അത്യാവശ്യമൊക്കെ എടുത്ത് വീടുള്ളവരൊക്കെ ഭാഗ്യം കണ്ടില്ലേ. എന്തൊരു ഭംഗിയുള്ള സ്ഥലമായിരിക്കവർക്കൊക്കെ എടുത്തെങ്കിൽ കുറച്ചെങ്കിലും എടുത്ത് കാണാൻ പറ്റുന്നതില്ലേ. നമുക്കൊക്കെ ഇത് ഒരുപാട് ദൂരമാണ്. തൃശ്ശൂർക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ. കാരണം ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസാണ് കേരളത്തിലെ ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾസ് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവിടെ ഒരു കയറ് കൊണ്ട് അവർ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് കേട്ടോ. നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ കെട്ടിയിട്ടുള്ളത്. നമ്മളവരെ കണ്ണ് വെട്ടിച്ചൊന്നും അവർക്ക് പോകരുത്. നമ്മൾ പോയാൽ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ ജീവന് പോവുകയും ചെയ്യും. ജീവന് തുല്യമാണ്. അപ്പം നമ്മളെ സുരക്ഷയ്ക്കാണ് അത് കെട്ടിയിരുന്നത്. അപ്പം നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരാണ് കയറ് കെട്ടി അപ്പുറത്തേക്ക് പോകാതിരിക്കുക കേട്ടോ. എല്ലാവരും നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യുക, സുരക്ഷിക്കുക, നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ നല്ല സൂക്ഷിക്കണം കേട്ടോ. പിന്നെ മുതിർന്നവർക്കൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടായിക്കാരം കേട്ടോ. പിന്നെ കണ്ടോ, അതാണ് നമ്മൾ കാണുന്നു നമ്മളെ ആതിരപ്പള്ളി വാട്ടർഫാൾസ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ. പിന്നെ ഇവിടുന്ന് നമ്മൾ മങ്കീസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉമ്മച്ചിയും വരുന്നുണ്ട്, ഉമ്മച്ചി എന്ന് പറഞ്ഞാണ്ട് ഉമ്മച്ചീനെ വിളിക്കാം കേട്ടോ. അങ്ങനെ അങ്ങോട്ട് എനിക്ക് ഓടിപ്പോകാൻ ഭയങ്കര ബുദ്ധി. ഉമ്മച്ചി ഇവിടുത്തെ കാഴ്ചകൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആകെ ദേഷ്യം വരിക. പക്ഷെ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇവിടെയാണെങ്കിലോ നടന്നിട്ട് എത്തുന്നില്ല കേട്ടോ. അങ്ങനെയാണ് അതെ. ഇവിടെ ഒരുപാട് കളർഫുൾ ഗ്രീൻ ആൻഡ് വൈറ്റ്, പിങ്ക്, ഗ്രീൻ, യെല്ലോ, പിങ്ക് അങ്ങനെയൊക്കെ ഇലകളൊക്കെ ആയിട്ട് ഒരുപാട് മരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കണ്ട അങ്ങോട്ട് ഇങ്ങനെ വെള്ളം ചാടുന്നത് നല്ല ഭംഗിയിൽ വെള്ളം ചാടുന്നത് കണ്ടോ ഗായ്സ് നിങ്ങൾ. സ്നോ ഇങ്ങനെ വീഴുന്ന പോലെ തോന്നും കേട്ടോ. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടേക്കങ്ങ് ഇറങ്ങി ചാടാൻ തോന്നിട്ട് എനിക്ക്. പിന്നെ അപകടമല്ല വെച്ചിട്ടാട്ടോ ഞാൻ ചാടാതെ അവിടെ ക്ഷമിച്ചിരുന്നത്. നല്ല വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാട്ടോ ആതിരപ്പള്ളി വാട്ടർഫാൾസ്, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടത്. നല്ല ഭംഗിയുണ്ട്. ഇതാണ് കേരളത്തിലെ കേരള ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾസ്. അത് ഈ ആതിരപ്പള്ളിയിലാണ് ഉള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആതിരപ്പള്ളിയിലത്തെ ഈ വാട്ടർഫാൾസാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടുന്ന് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിയിൽ ഇറങ്ങിയൊരു പാറക്കല്ലൊക്കെ ഉള്ള ഒഴുകി പോകുന്ന വെള്ളമല്ലേ, അവിടുന്ന് ഞാൻ ഒരുപാട് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഓഫീസർമാരിരിക്കുന്നതാണ് തോന്നുന്നു. അവിടെയൊക്കെ ഒരു വീട് പോലെ എന്തോ ഇരിക്കാനൊക്കെ ഉള്ള കൂടായിരുന്നു തോന്നുന്നു. അതുണ്ടായിരുന്നു. അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. അവിടെയുണ്ട് ഒരുപാട് ആളുകൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. എന്തൊരു രസമാണ് കണ്ടോ. അവിടെയൊക്കെ തന്നെ ഒരുപാട് ചെറിയ മരങ്ങൾ, ചെറിയ പുല്ലുകളൊക്കെ കൂടി നിൽക്കുന്ന പോലെ നിൽക്കുന്നു, തേയിലകൾ നിൽക്കുന്ന പോലെ. പിന്നെ ഗായ്സ് കോട ഉണ്ട് തോന്നുന്നു. അങ്ങനെ പക്ഷെ കേൾക്കും പറഞ്ഞാൽ കോടയൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ നല്ല മഞ്ഞുള്ള പോലെ തോന്നും കേട്ടോ. മഞ്ഞ് വീഴുന്ന പോലെയാണ്. എന്തോ ഒരു ഭംഗി എന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. താഴത്തേക്ക് ഇറങ്ങാൻ താഴത്തും ഇത് നേരിട്ട് കാണാം കേട്ടോ. പിന്നെ അവിടേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്തേ ഓരോ കുരങ്ങന്മാരെവിടെ പോയി. ഞാൻ ഇവിടെ കുരങ്ങിനെ കിട്ടണല്ലോ എന്ന് പറഞ്ഞാണ്ട് ഞാൻ തപ്പുണ്ട്. പിന്നെ അതെൻ്റെ പാട്ടിനായിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ഞാൻ പിന്നെ ഈ ഒരു ഇത് കണ്ട് കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. പിന്നെ ഒരു കറക്കൊക്കെ ഒന്ന് കറങ്ങും കേട്ടോ. എന്തായാലും ഇവിടെ വരെ ഒന്ന് വന്നതല്ലേ, ഒന്ന് കറങ്ങാൻ വിചാരിച്ചിട്ട് 5-6 ഒന്ന് കറങ്ങിട്ടോ. പിന്നെ അവർ കെട്ടിയിട്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് കേട്ടോ. പിന്നെ കണ്ടോ മങ്കീസ്, 2 മങ്കീസ്, ഒരു ഫാമിലി വന്നിരുന്നു കേട്ടോ.
അപ്പോൾ ഫാമിലി ആ മങ്കിയെ അതിലുള്ളൊരു കുട്ടി തൊട്ടപ്പോൾ മങ്കി അതിനെ കടിക്കാൻ വന്നിട്ട് അപ്പോൾ അത് ഓടിയൊക്കെ പോയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു മങ്കി ഐസ്ക്രീം തിന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഐസ്ക്രീം മേടിക്കാനെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇങ്ങോട്ട് തന്നെ ഓടി വരും കേട്ടോ. നമ്മൾ പോകുമ്പോൾ ആ ഐസ്ക്രീം ഒളിപ്പിച്ച് വെക്കും, പിന്നെ ആർക്കും കൊടുക്കില്ല കേട്ടോ. അങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ, ഐസ്ക്രീം കഴിക്കുന്നത് കാണാൻ. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഈ മങ്കീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിപ്പോൾ പ്രത്യേകിച്ച് ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ വേറെ ആരോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് കഴിക്കുക കേട്ടോ. നിങ്ങൾ ഈ മങ്കീസിനിപ്പോൾ എങ്ങനെ ഐസ്ക്രീം കിട്ടുന്നത്? വേറെ ഒരാളേക്കൊന്നും തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് കഴിക്കുക കേട്ടോ. അടുത്തുള്ള മങ്കിക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഇത്. അങ്ങനെ അത് തന്നെ ഒറ്റക്ക് കഴിക്കും കേട്ടോ. അത് കണ്ടിട്ട് എനിക്ക് എന്താ മറ്റവനക്ക് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റവനടുത്ത് പോയി. പക്ഷേ ഇവൻ കഴിക്കുന്ന ക്യൂട്ട് അത് കണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ വന്നുകൊണ്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ക്യൂട്ടുള്ള ഇതിനെ കാണാൻ. ഇതിൻ്റെ റീൽസ് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഐസ്ക്രീം കഴിക്കുന്നത് ഓരോരുത്തർ വിടുന്നത് കാണാം. അപ്പം ഞാൻ വിചാരിക്കും എനിക്കും ഇങ്ങനെയൊക്കെ ഐസ്ക്രീം തിന്നിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ മങ്കി തിന്നണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അതെന്തായാലും ഇന്നിപ്പോൾ സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ മങ്കി ഐസ്ക്രീം തിന്നത് ഞാൻ കണ്ടു. എന്തോ ബട്ടർ സ്കോച്ചോ ചോക്ലേറ്റോ സ്ട്രോബെറി ഏതോ ഒരു ഫ്ലേവറാട്ടോ കഴിക്കുന്നത്. ആക്കിപ്പോൾ ഐസ്ക്രീം മതിയല്ലോ, അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോയി. പിന്നെ അതിനെ കണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം മറ്റേത് എവിടെയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കണം. പിന്നെ അല്ല ഞാൻ പറഞ്ഞില്ലേ ആ ഫാമിലിയിലത്തെ കുട്ടി തൊട്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് എന്നറിയും. അപ്പോൾ അവർ ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ മമ്മി ഡോൺ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ കുട്ടി അങ്ങോട്ട് തന്നെ പോയിട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ അനിയത്തി ചേച്ചി ആരോ ആണ്. അപ്പോൾ അത് വായ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ അവരങ്ങോട്ട് പോയി. ഞാനിതിനെ തൊട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് പേടിയാവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി, എല്ലാവരും നോക്കിയിട്ടോ. പിന്നെ ഞാൻ പേടിച്ചാണ് ഇങ്ങനെ എടുത്തു. പിന്നെ ഞാൻ തൊടാനേ പറ്റില്ല. പിന്നെ അതതിൻ്റെ പാട്ടിലിങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കോണൊക്കെ കടിച്ചത് കണ്ടോ. നല്ല രസമല്ലേ അത് കടിക്കുന്നതും കഴിക്കുന്നതൊക്കെ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കി. പിന്നെ ഇവിടെയുള്ള ഈ ഒരു മരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയുള്ള മതിൽ, അതിന്മേൽ ഒരു കൈയില്ലാത്ത മങ്കി കേട്ടോ. അതിനെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നിട്ടോ, ഭയങ്കര പാവം തോന്നി. കാരണം അതിനൊരു കൈയില്ല ഗായ്സ്. മങ്കികൾക്കും ഉണ്ട് കേട്ടോ കൈയും കാലും ഇല്ലാത്തവർ, കണ്ണും മൂക്കും ചെവിയും തലയൊന്നും ഇല്ലാത്തൊരു മങ്കി. എല്ലാ ജീവികളിലും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകളൊക്കെ. മറ്റുള്ളവർക്ക് പാവപ്പെട്ട മറ്റുള്ളവർക്ക് എത്ര 1 രൂപ കൊടുത്താലും അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ ഈ ഒരു മങ്കിനെ കണ്ടപ്പോൾ എനിക്ക് അതാ കേട്ടോ മനസ്സിൽ വന്നത്. പാവം തോന്നുക. അവരും എങ്ങനെയാണ് ഒരു കൈ കൊണ്ട് ജീവിക്കുന്നത്. നമുക്കെല്ലാം സൗകര്യങ്ങളും എല്ലാ കൈയും കാലും കണ്ണും മൂക്കും വായും ചെവിയും തലയും വയറും നെഞ്ചും ഹേർട്ടും കിഡ്നി ലിവറൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അതൊന്നും കിട്ടാത്തതുണ്ട് കേട്ടോ. അപ്പം നമ്മളെ അള്ളാഹുവിനോട് നമുക്ക് തന്നതിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മുടെ ഇനിയുള്ള കാലത്തേക്ക് നമ്മൾ സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് എത്ര ഗുണം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. പിന്നെ വരുന്ന വഴിയിൽ അവിടെ ഇരിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്നു. ഇറങ്ങാനായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും സുഖം. പിന്നെ ഞാൻ കുടയും പിടിച്ച് അങ്ങോട്ട് ഓടും നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങാനായി. എനിക്ക് സങ്കടമായി. കയറാനൊരു ഭാഗം ഇറങ്ങാനായിട്ട് അങ്ങോട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഗോ ഔട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കണ്ടോ അതെ രണ്ട് ഔട്ടാണെന്ന് എഴുതി. അപ്പം അങ്ങോട്ട് പുറത്തോട്ടുള്ള വഴി എന്നാണ്. അപ്പം ഞങ്ങൾ പുറത്തോട്ട് അതിലൂടെ ഇറങ്ങി. പിന്നെ എനിക്ക് ഇവിടുത്തെ ഓരോ ഇത് കണ്ടുകൊണ്ട് മെസ്സി ഇത് മേടിച്ചാലും വിചാരിച്ചിട്ടോ. പിന്നെ ഇവിടുത്തേനൊക്കെ ഭയങ്കര റേറ്റും ഉണ്ട്, കത്തുന്ന റേറ്റാണ്.
പിന്നെ ദേ അവിടെ ഒരു ഷോപ്പിലൊരു ഹാറ്റ് കണ്ടു. അപ്പോൾ എൻ്റെ മാച്ചുള്ളൊരു വൈറ്റും ബ്ലൂ ഉള്ളത് ഞാൻ ഇട്ട് നോക്കിയിട്ടു. പിന്നെ ഞാനൊരു പൂവിൻ്റെ ഹാറ്റ് ഇട്ട് നോക്കി. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ ആ കാറിലോട്ട് വരുന്ന സമയത്ത് ദേ ഒരാളെ കാറിൻ്റെ എല്ലാ ഭാഗവും പൂട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് മാത്രം തുറന്നിട്ടുണ്ട്. കുറേ മങ്കൈകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ ഫോണും മുണ്ടും അതേപോലെ തന്നെ എന്തൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവർ കഴിക്കാൻ എടുത്ത് തുറക്കാൻ തോന്നുന്നു. പിന്നെ ഞാനൊരു മാംഗോൻ്റെ ഉപ്പും മുളകും ഇട്ട് കഴിക്കുന്നുണ്ട്. അതിലൊരു മൊങ്കി എൻ്റെ അടുത്തേക്ക് അത് കണ്ട് ചാടിയിട്ടു. എല്ലാം പേടിച്ച് വന്നു. പിന്നെ കണ്ടോ വല്ല ബാഗും ഡ്രസ്സൊക്കെ അതിലുണ്ട്. ബാഗൊക്കെ നോക്കിയാൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ മങ്കിയാൾ. പിന്നെ എന്തോ നിവ്യൻ്റെ ആണെന്തോ ഒരു സാധനം മുഖത്ത് തേക്കുന്നത് കണ്ടോ. ഒരു മങ്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അത് തുറക്കുക കേട്ടോ. മങ്കി കടിച്ച് പൊരിച്ചുകൊണ്ട് തുറക്കാൻ നോക്കുകയാണേ. അങ്ങനെ ആ മങ്കി അതിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ ഒരു മങ്കി എൻ്റെ മുകളിലുണ്ടായിരുന്നു. നമ്മളെ കാറ് നമ്മൾ കുറേ പൈസ കൊടുത്തുമാണ് മേടിച്ചതായിരിക്കുമല്ലോ ഓരോ സാധനം കാറൊക്കെ. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിർത്തിയിടുമ്പോൾ എല്ലാ ഗ്ലാസ്സുകളും അടച്ചിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് മാത്രം പുറത്തേക്ക് പോവുക കേട്ടോ. ഡിക്കിയൊക്കെ എന്തായാലും ക്ലോസ് ആണെന്നൊക്കെ ഉറപ്പ് വരുത്തി ഡോറെല്ലാതും ലോക്കാണോ ഗ്ലാസ് എല്ലാതും അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇറങ്ങുക കേട്ടോ. ഈ മങ്കികളൊക്കെ എല്ലാ സാധനങ്ങളും എടുക്കും കേട്ടോ. അവർക്കിപ്പോൾ അറിയില്ലല്ലോ. അപ്പം നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അവരിപ്പോൾ ഒരു ആനിമൽസ് അല്ലേ. നമ്മളെന്തായാലും അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അവരിപ്പോൾ അവർക്ക് തിന്നാനുള്ള ഭക്ഷണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. പിന്നെ നിവ്യൻ്റെ ക്രീമൊക്കെ എടുത്തുകൊണ്ട് ഒരു മങ്കിക്കുട്ടവൻ ആ നിവ്യൻ്റെ ക്രീമിട്ടൊക്കെ സുന്ദരിയാവാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇനി സുന്ദരിയായിക്കാണ്ട് വരുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടെടുത്താണ് മണവാട്ടിയാക്കാം. അപ്പോൾ എന്തായാലും സുന്ദരിയാവാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. നിവ്യൻ്റെ ക്രീമൊക്കെ എടുത്ത് നിവ്യൻ്റെ ക്രീമില്ലാന്നിട്ട് ഒരാളെ കാറിന് കട്ടെടുക്കാൻ വന്നതാണെന്ന് കേട്ടോ തോന്നുന്നത്. ഓരോ മങ്കികൾ കക്കാനും ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഒരു മങ്കി കണ്ടുകൊണ്ട് അങ്ങോട്ട് ഓടിയിട്ടു. മറ്റേ കാറിൻ്റെ ഗ്ലാസ് ഒന്നും തുറന്നിട്ടില്ലല്ലോ. തുറന്നിക്കണോന്നൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ. അപ്പം മങ്കികളെ വിശദീകരണം അവിടെ നിൽക്കട്ടെ. അപ്പം ഇതേ ഓരോ കാറുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കാട്ടിലാണ് മങ്കിയുള്ളത്. എന്തോ ഒരു മങ്കി അറിയാം. ഞാൻ മങ്കിനെ കണ്ട് മടുത്തു കേട്ടോ. അത് ഇവിടെ വന്നതിന് ശേഷം. കാരണം അത്രയും മങ്കി. പക്ഷെ മങ്കികളെ കണ്ട ഒരിക്കലും മടുക്കില്ലല്ലോ. അതുകൊണ്ട് മടുത്തിട്ടില്ല. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു. ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ കേട്ടോ. പിന്നെ ഓരോ മരത്തിൻ്റെ വലിയ വേരാട്ടോ. പിന്നെ അതേ ഒരു മങ്കിനെ ഞാൻ നോക്കി. അപ്പോഴൊക്കെ തോടി ഈ മങ്കികളൊക്കെ കാര്യം ഒന്ന് നോക്കാനും കൂടി ആയിക്കൂല ഈ മങ്കികളൊന്നും. വേണ്ടോ ഈ മങ്കിനെ കാണാൻ നല്ല ക്യൂട്ടില്ല. അത് ഇരുന്ന് കാണാൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇരിക്കണം അവിടെ. ഇവനാണ് ഈ നിവ്യൻ്റെ ക്രീം കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടില്ല എന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ക്രീം പിടിച്ച് കണ്ടിട്ടോ ആളെ. ഇനി ആ കാർ തുറന്നിട്ട് അവർക്ക് പോയി. അല്ലാതെ പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി. കാറിൻ്റെ ഉള്ളിൽ കയറിയാണ് നമ്മൾ അവിടുന്ന് പോവാണ് ഗായ്സ്. അങ്ങനെ വാട്ടർഫാൾസിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഫോറസ്റ്റുകളിലൂടെയൊക്കെ പോവാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ്. ഇവിടെ തന്നെ ഏകദേശം കാടാണ്. പിന്നെ ഇനിയിപ്പോൾ ഫോറസ്റ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഇതിനേക്കാൾ രസമാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ ഒരു ഡാം പോലെ വെള്ളച്ചാട്ടമൊക്കെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് തോന്നുന്നു കേട്ടോ അവിടെ കണ്ടത്. പിന്നെ അവിടെ ഇറങ്ങാൻ നേരമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് ഇങ്ങനെ മുമ്പോട്ട് യാത്ര പോയി ഗായ്സ്. മുമ്പിലൊരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ബസ് ഇങ്ങനെ സ്ലോയിൽ പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലോരോ മലകൾ, കുറേ മലകളുണ്ടായിരുന്നു കേട്ടോ. ഇലകളൊക്കെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആനുണ്ട് എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ആനനെയും കണ്ടില്ല. നമ്മളത് കണ്ട പ്ലാവിനെയും പിന്നെ രാത്രി ഒരു മ്ലാവിനെയും കണ്ട്. പിന്നെ ഒരു പുലിനെ കണ്ടു കേട്ടോ. ആ പുലിനെ കണ്ടൊരു എക്സ്പീരിയൻസ് അത് വേറെ ആയിരുന്നു കേട്ടോ. പിന്നെ പ്ലാവിനെ കുറേ കണ്ടിട്ടോ. മ്ലാവ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇറങ്ങി. ഇവിടെ കണ്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് അല്ലേ. നല്ല രസമുണ്ട്. ഇവിടേക്ക് നമ്മൾ വന്നപ്പോഴും പോകുമ്പോഴും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനൊക്കെ നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ്. ആ ഒരു വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നല്ല ഫുഡ്സൊക്കെ ഇങ്ങനെ കഴിച്ച് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫോറസ്റ്റിലൂടെ തന്നെ ആട്ടോ യാത്ര പോകുന്നത്. അങ്ങനെ ദേ നല്ല സന്തോഷം, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് വീണാലേ പിന്നെ ജീവൻ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല കേട്ടോ, ആളെ തന്നെ കാണുമെന്ന് ഒരു ഉറപ്പില്ല. കാരണം അത്രയായുണ്ട് കേട്ടോ. ഇവിടുന്നൊക്കെ ഒന്ന് നല്ല സൂക്ഷിക്കുക, അഥവാ വീണാൽ ആളെ കാര്യം കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോയില്ല. അടുത്തപ്പോൾ ഇമ്മച്ചി പറഞ്ഞു ഇങ്ങോട്ട് നിൽക്കെ വീണ് പോകുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇതേ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് കൊടുന്ന ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിക്കാണ്ട് ഞാൻ വ്യൂവും കണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ അവിടുന്ന് പോരാനും തോന്നുന്നില്ല. അങ്ങനെയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടോട്ടൊരു പോയാൽ ഇതിൽ കാണുമ്പോൾ ഒരു വേറൊരു കളറാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഗ്രീൻ കളർ പോലെ കേട്ടോ തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കി അവിടെ എങ്ങനെയുണ്ട് വ്യൂ പോയിൻ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഇതിനേക്കാളും ശരിക്കും കാണുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മരത്തിലൊരു കിളിനൊക്കെ കണ്ടു കേട്ടോ ഞാൻ. അങ്ങനെ ദേ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ദേ ഓരോ വേസ്റ്റുകളൊക്കെ അങ്ങനെ ഓരോ ബോട്ടിൽസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദേ ഒരുപാട് ആളുകൾ അപ്പുറത്തും വന്നുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ട്രക്കിൽ വന്ന ആളുകൾ അവിടെ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ട്രക്കായിട്ട് വെച്ചിട്ട് അവിടെ കല്ലൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ. ഈ വെള്ളത്തിൻ്റെ ഇടയിൽ മാത്രം ഒരു മരം അല്ലേ. പിന്നെ അതേ ഞാൻ കൊണ്ടുവന്ന ഒരു വാട്ടർ മെലൺ ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു കേട്ടോ. നല്ല മധുരമുള്ള വാട്ടർ മെലൺ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ വ്യൂ പോയിൻറ്റിനോട് ബായ് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി ഗായ്സ്. പിന്നെ ഞാനൊരു വാട്ടർ മെലൺ മേടിച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സ്ഥലത്തിനോട് ഇങ്ങനെ ബായ് പറഞ്ഞിട്ട് ഈ ഫ്രൂട്ടും കൂടി കഴിച്ചിട്ട് വണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ നമ്മൾ. എനിക്കിവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ നേരെ കാടിനുള്ളിൽ നിന്ന് വീട്ടിലേക്ക് നാളേക്ക് എത്തുള്ളൂ കേട്ടോ. വീടെന്തായാലും ഇന്ന് രാത്രിയൊക്കെ ആയിക്കാരം എത്തുക. അപ്പം എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് വണ്ടി കയറി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നുണ്ട്, അത് നമ്മൾ വേറെ വീഡിയോയിൽ വിടാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ വിട്ടാൽ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് ഓരോ പാട്ട് വിടുന്നത്. എന്തായാലും ഈ പാട്ടിൽ ഈ ഒരു ഭാഗങ്ങളായിരുന്നു കേട്ടോ. അതിരപ്പള്ളി വാട്ടർഫാൾസിലോട്ട് പോയതായിരുന്നു ഇതിൽ. ഇനി നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലോട്ട് കയറി ഞാൻ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.